ഹായ് ഹലോ മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നൊരു ടോപ്പിക്കിലാണ്. നമ്മൾ 3 കാർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാർഡാണോ, രണ്ടാമത്തെ കാർഡാണോ, മൂന്നാമത്തെ കാർഡാണോ, ഏതാണ് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്? അതുപോലെ ചിത്രങ്ങൾ കണ്ടിട്ടാണോ, എന്താണ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത്? ആ പൈല് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് നോക്കാം ഓരോ കാർഡിൻ്റെയും റീഡിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കാർഡ് തിരഞ്ഞെടുത്തവരാണെങ്കിൽ കിങ് ഓഫ് വാൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണെങ്കിൽ ആ വ്യക്തി നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് പറയുന്നത്. വളരെ ശക്തമായി ഓർക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി നിങ്ങളെ അതീവ ബഹുമാനത്തോടും ഒരു ആകർഷണത്തോടും കൂടിയാണ് ഓർക്കുന്നത്. നിങ്ങളുടെ ഒരു ആത്മവിശ്വാസവും വ്യക്തിത്വവും അതാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരുതരം ഊർജവും സന്തോഷവും അവർക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളെ വീണ്ടും കാണാനോ സംസാരിക്കാനോ അവർക്ക് വലിയ താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഒരു ചിന്തകൾ പലപ്പോഴും അവരുടെ ഒരു ഈഗോ കാരണം പുറത്ത് പ്രകടിപ്പിക്കാൻ അവർ മടിക്കുന്നുണ്ടാകാം. ഓക്കെ. ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരിക. എന്താ പറയുക, കാലത്ത് സൂര്യോദയം ആ ഒരു ടൈമിൽ സൂര്യ നമസ്കാരം ചെയ്യുന്നത് നിങ്ങളുടെ എന്താ പറയുക ഒരു ആകർഷണ വലയത്തിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പൈല് ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്തവർക്ക് നിങ്ങളെ ചിന്തിച്ച വ്യക്തി നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, വളരെ ശക്തമായി ഓർക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർ അവർക്ക് വരുന്നത് 5 ഓഫ് കപ്സ് ആണ് വരുന്നത്. ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ്. പക്ഷേ അവർക്കൊരു സങ്കടവും കുറ്റബോധവും ഉണ്ട്. അത്തരം ഒരു ചിന്തയിലാണ് അവർ നിങ്ങളെ ഓർക്കുന്നത്. ഈ വ്യക്തി നിങ്ങൾ ഓർക്കുന്നു, പക്ഷേ ആ ഓർമ്മകളിൽ നഷ്ടബോധമാണ് കൂടുതലായിട്ടുള്ളത്. നിങ്ങളായിട്ടുണ്ടായ പിണക്കങ്ങളോ അല്ലെങ്കിൽ വേർപിരിയലോ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ അവർക്ക് ഒരു പശ്ചാത്താപമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളിൽ അവർ തളയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പഴയ കാര്യങ്ങൾ മറന്ന് പുതിയൊരു തുടക്കത്തിന് അവർക്ക് ധൈര്യം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെ ആലോചിച്ച് സമയം കളയാതെ പോസിറ്റീവായിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. പക്ഷികൾക്ക് വെള്ളവും ഭക്ഷണമൊക്കെ നൽകുന്നത് നിങ്ങളുടെ കർമ്മദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്ക് 5 ഓഫ് കപ്പാണ്. അപ്പോൾ ആ ഒരു ആര് ചിന്തിച്ചാണോ നിങ്ങൾ ആ വീഡിയോ കണ്ടേ ആ വ്യക്തി നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് പറയുന്നത്. പക്ഷേ സങ്കടത്തോടും കുറ്റബോധത്തോടും കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നത്. മൂന്നാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്ക് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണ് കണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് മറുപടി. എന്താ പറയുക, ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ആത്മബന്ധം അവർ അനുഭവിക്കുന്നുണ്ടാകാം. അതിൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് പുറമേക്കൊന്നും പറയുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ടെലിപ്പതിക് ബന്ധം പോലെ അവർക്ക് നിങ്ങളുടെ സാമീപ്യം അനുഭവപ്പെടുന്നുണ്ടാകാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ നിങ്ങളെ സ്വപ്നം കാണാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട സൂചനകൾ നിരന്തരം ലഭിക്കാനോ സാധ്യതയുണ്ട്. ഇതൊരു ആത്മീയമായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് കാർഡുകൾ പറയുന്നുണ്ട്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആശയവിനിമയത്തിൻ്റെ അഭാവം, കാരണം നിങ്ങൾ രണ്ടുപേരെയും അകറ്റുന്നു എന്നാണ് പറയുന്നത്. അവർ കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അതിനൊരു പരിഹാരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അത് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. തിങ്കളാഴ്ചകളിൽ ചന്ദ്രനെ ധ്യാനിക്കുന്നതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ആശയക്കുഴപ്പങ്ങൾ മാറാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂന്നാമത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കാർഡ് തിരഞ്ഞെടുത്തവർക്ക് ആ വ്യക്തി നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, നിഗൂഢമായിട്ടുള്ളൊരു ആത്മബന്ധം അവർ അനുഭവിക്കുന്നു എന്നാണ് അതിന് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ 3 കാർഡ് ഷഫിൾ ചെയ്തിട്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആയത് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ അടുത്ത് വന്ന് ചെയ്യണമെന്നല്ല പറയുന്നത്. എവിടെ പോയി ചെയ്താലും ആരുടെ വീഡിയോസാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അവിടെ പോയിട്ട് നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞൊരു ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോകുക. അല്ലാതെ ഡയറക്റ്റ് തന്നെ കണ്ട് മുന്നോട്ട് വിലപ്പെട്ട സമയം കളയാതിരിക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ നെഗറ്റീവും റിവേഴ്സും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ
പറയുന്നത് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. എന്താണ് അതിൽ വരുന്നത് അതാണ് പറയുന്നത്. എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നമുക്ക് ടംബിൾ സ്റ്റോണുകൾ, ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ്. വണ്ണം കൂട്ടാൻ, വണ്ണം കുറയ്ക്കാൻ, അതേപോലെ തന്നെ പണം ആകർഷിക്കാൻ, പ്രണയം ആകർഷിക്കാൻ, സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ട്, കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി, PCOD പ്രോബ്ലംസ്, അങ്ങനെ കോൺഫിഡൻസ്, ബ്ലാക്ക് മാജിക് മാറ്റാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. താല്പര്യമുള്ളവർ മാത്രം വരിക. അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം വിഷയം.